അമ്മ ഞാൻ മരുന്ന് അയച്ചിട്ടുണ്ട്, അതൊന്ന് കഴിച്ചിട്ട് പറ. പിന്നെ രക്തപരിശോധനയോട് നോക്കിയിട്ടൊന്ന് പറയണേ. ശരി ശരി ശരി. എടാ കഷ്ടമുണ്ടോടാ നമ്മുടെ കാര്യം. എന്നാ ചേട്ടാ നീ നോക്ക്, ഇന്നത്തെ 4ാമത്തെ ബന്ധുവായി വിളിക്കുന്നത്. ഇവരാരും എനിക്കെന്തെങ്കിലും വിശേഷമുണ്ടോ എന്നാ പോട്ടെ, കുറേ നാളായില്ലേ അവനെ ഒന്ന് വിളിച്ചിട്ട്, അവനെ ഒന്ന് വിളിച്ചേക്കാം എന്ന് പറഞ്ഞു വിളിക്കുന്നതല്ല. എന്തെങ്കിലും മരുന്നിന് വിളിക്കുന്നതായിരിക്കും. ആണെന്നേ, ശരിക്കും സങ്കടം വരും കേട്ടോ. അല്ല ഇപ്പം എന്താ നിൻ്റെ പ്രശ്നം? ഇവരൊക്കെ എപ്പോഴും നിന്നെ വിളിച്ച് ഡിസ്റ്റർബ് ചെയ്യുന്നു എന്നുള്ളതാണോ? എടാ ഇവരെല്ലാം നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരും നമ്മുടെ അടുത്ത ബന്ധുക്കളും ഒക്കെയാണ്. ഇവരെല്ലാം വിളിക്കുന്നത് എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ മരുന്നിന് വേണ്ടി അല്ലാണ്ട് ഇവരാരും എന്നെ വിളിക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം. അത് നീ പറഞ്ഞ് ശരിയാ. എടാ നമ്മൾ ഓക്കെ ആണോ എന്ന് അറിയാൻ വേണ്ടി വിളിക്കുന്ന ഒരാളെ ഉള്ളൂ ഈ ഭൂമിയിൽ, അത് നമ്മുടെ അമ്മമാർ. ശരി. അമ്മയാ കഴിച്ചോന്ന് അറിയാൻ വേണ്ടി വിളിക്കുന്ന. അമ്മ ഞാൻ കഴിക്കാൻ പോന്നു. അതല്ലടാ മോനെ, നാളെ നമ്മുടെ വീട്ടിൽ അയൽക്കൂട്ടം. നീയാണ് ചീഫ് ഗസ്റ്റ്. ചീഫ് ഗസ്റ്റോ? എന്തെങ്കിലും അസുഖമുള്ളവരോടെല്ലാം ഞാൻ വരാൻ പറഞ്ഞിട്ടുണ്ട്. നീ സമയത്തിന് വന്നേക്കണേ, മറക്കല്ലേ. ശരി അമ്മ. ചീഫ് ഗസ്റ്റ് ആണല്ലേ? കേൾക്കാറുണ്ടോ? കേട്ടേ. അതെ, നമ്മുടെ അമ്മമാരെന്ന് പറഞ്ഞിട്ട് വെറും അമ്മമാർ മാത്രമല്ല, ഒരു PROസാ. നമ്മുടെ ബന്ധുക്കൾക്കും അയൽക്കാർക്കും ഒക്കെ നമ്മളെ അവൈലബിൾ ആക്കി കൊടുക്കുന്ന PROs അല്ലേ? പോടാ എൻ്റെ അമ്മ. കണ്ടുണ്ട്. പിന്നെ ശരിക്കും നമ്മൾ ഓക്കെ ആണോ, നമ്മൾ കംഫർട്ടബിൾ ആണോ എന്നൊക്കെ അന്വേഷിക്കുന്ന ഒരേ ഒരാൾ നമ്മുടെ ഭാര്യയാണ് അല്ലേ? അയ്യോ, അത് പറഞ്ഞപ്പോഴാ മാളൂട്ടി എന്നെ 3 തവണ വിളിച്ചായിരുന്നു. ഇന്ന് ഈവനിങ് ഓപ്പിക്ക് ഞാൻ ഒറ്റയ്ക്കായിരുന്നു. ഞാൻ ഓക്കെ ആണോ എന്ന് അറിയാൻ വേണ്ടി വിളിക്കുന്ന. ഞാൻ ഒന്ന് വിളിച്ചു നോക്കട്ടെ. മാളൂട്ടി. ഹലോ ഏട്ടാ. ഞാൻ ഓക്കെ ആണ് കേട്ടോ. അതെ, നമ്മുടെ പുട്ടായി മാമൻ ഒരു കുപ്പി ജ്യൂസ് ഫുള്ളും കുടിച്ചിട്ട് വയറ്റീന്നൊഴിച്ചില്ലാന്ന് പറഞ്ഞ് വിളിച്ചായിരുന്നു. ഏട്ടനെ വിളിച്ചിട്ട് കിട്ടിയില്ല എന്നാ പറഞ്ഞേ. ഏത് മരുന്നാ കൊടുക്കണ്ടേ ഏട്ടാ? ആ കുപ്പിയുടെ അടപ്പ് അവിടെ ഇരിപ്പില്ലേ, പുള്ളിയുടെ പുറം എടുത്ത് വെച്ച് വിഴുങ്ങാൻ. അതാകുമ്പോൾ അതങ്ങ് അടഞ്ഞു വെക്കോളും. അല്ല പിന്നെ ഓക്കെ ആണോ എന്ന് അറിയാൻ വേണ്ടി വിളിച്ചായിരിക്കും. ഇതിങ്ങനെ വിട്ടാൽ പറ്റത്തില്ല കേട്ടോ, ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. അത് ശരിയാ, ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. നമുക്കൊരു കാര്യം ചെയ്യാം, മാത്തനെ വിളിക്കാം. ഏത് മാത്ത്? എടാ നമ്മുടെ മാത്യു ദ ടെക്കി. MBBS തൊട്ട് നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും അവനല്ലേ പരിഹാരം കണ്ടിട്ടുള്ളത്. നമുക്ക് അവനെ പോയി കാണാം. ഓക്കെ, അപ്പോൾ അതാണ് നിങ്ങളുടെ പ്രശ്നം. ഒന്നുകൊണ്ട് പേടിക്കേണ്ട, നിങ്ങളുടെ എല്ലാ പ്രശ്നത്തിനും ഓരോ ആപ്പ് ഞാൻ ഉണ്ടാക്കി തരും. ആപ്പ് എന്നാ അറിയില്ല? ശരി, ഞാൻ ഈ മാത്യൂസ് മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി ഓടിക്കുന്നതുകൊണ്ട് തന്നെ പലതരം ആപ്പുകൾ കൊണ്ടാണ്. അതെങ്ങനെ? ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഇന്നലെ ഉണ്ടാക്കിയ ഒരു ആപ്പാണ് മാത്യൂസ് അഡ്വാൻസ് ഫിസിക്കൽ മെഷർമെൻറ്റ് ആപ്പ്. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്, പക്ഷേ ഭയങ്കര പവർഫുള്ളാണ്. ഇപ്പോൾ സനലിൻ്റെ BMI എന്ന് പറഞ്ഞേ. BMI 25.2. 25 ആണല്ലേ? 25. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഹൈറ്റ് 175 സെൻറ്റിമീറ്റർ. 175 സെൻറ്റിമീറ്റർ. അപ്പോൾ സനലിൻ്റെ വെയിറ്റ് ആപ്പ് പ്രകാരം 75.6 കിലോ. ശരിയല്ലേ? അതാണ് ആപ്പിൻ്റെ പവർ. അതെ, ഈ BMI അറിയണമെങ്കിൽ വെയിറ്റ് അറിയണ്ടേ? അല്ല, ബ്രില്യൻ്റ് ആപ്പ് എന്ന് പറയാം. ഞാൻ ഇതുപോലെ പല പല ആപ്പുകൾ ഉണ്ടാക്കുന്നതുകൊണ്ട് എനിക്കിവിടെ വേറൊരു പേര് തന്നെയുണ്ട്. ഈ മാത്യുവിൻ്റെ മാത്തും ആപ്പിൻ്റെ ആപ്പ് കൊണ്ട് ചേർന്ന് മഥാം. ഇവരെ സ്വഭാവം വെച്ച് കമ്പിത്തിരിന്നായിരുന്നു വേണ്ടത്. അല്ല, നല്ല പേരെന്ന് പറയാം. ഞാൻ ഇന്ന് ലോഞ്ച് ചെയ്യുന്ന ഒരു ആപ്പ് നിങ്ങളെ പരിചയപ്പെടുത്താം. ഈ ആപ്പിൻ്റെ പേരാണ് ഫാദേഴ്സ് ഡേ ആപ്പ്. നൈസ് നെയിം അല്ലേ? എന്താണ് ചെയ്യുന്നത്? അതായത് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ കൃത്യസമയത്ത് കുഞ്ഞിനെ കാണാൻ ആശുപത്രി എത്താൻ പറ്റാത്ത അനേകായിരം അച്ഛന്മാരും നമ്മുടെ ഇടയിലുണ്ട്. അവർക്ക് വേണ്ടിയുള്ള ആപ്പാണ് ഫാദേഴ്സ് ഡേ ആപ്പ്. ഈ ആപ്പ് എന്താ ചെയ്യുന്നത്? അതായത് ഈ ആശുപത്രിയിൽ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ ഈ ആപ്പ് അപ്ഡേറ്റ് ആവുകയും ഈ കുഞ്ഞിൻ്റെ അച്ഛൻ്റെ ഫോണിലേക്ക് ഒരു ഹാപ്പി ഫാദേഴ്സ് ഡേ മെസ്സേജ് ചെല്ലുകയും ചെയ്യും. They will cherish it forever. ബ്രില്യൻറ്റ്. ഒരു കോള് വരുന്നു. ഹലോ, മാത്യൂസ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ. അതെ, എനിക്ക് അവിടുന്ന് ഒരു മെസ്സേജ് വന്നായിരുന്നു. ഞാൻ അച്ഛനായെന്ന് പറഞ്ഞു. മെസ്സേജ് വന്നോ? നമ്മുടെ മാത്യൂസ് ഫാദർ ഡേ ആപ്പ് സക്സസ് ആയി. അതിൻ്റെ ആദ്യത്തെ മെസ്സേജ് പോയിരിക്കുന്നു. ഹലോ, നിങ്ങൾക്ക് നമ്മുടെ മാത്യൂസ് ഫാദേഴ്സ് ഡേ ആപ്പിൽ നിന്നും ഉള്ള ആദ്യത്തെ മെസ്സേജ് കിട്ടും. നിങ്ങൾക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും. 3 വർഷമായിട്ട് ഗൾഫിലുള്ള ഞാൻ എങ്ങനെയാണ് അച്ഛനാവുന്നത്? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഇനിയിപ്പോൾ നിങ്ങളുടെ നമ്പർ ഉപയോഗിക്കുന്ന മറ്റാരെങ്കിലും അനാവശ്യം പറയുന്നു. സാറേ, ഒരു ചെറിയൊരു എറർ. ദ മെസ്സേജ് വെന്റ് ടു റോങ് ഫാദർ. ലോഗരിതം ഒന്ന് മാറ്റി നോക്കാം. അൽഗോരിതം? അത് ഞാൻ പിന്നെ കോരി കളഞ്ഞോളാം.
എന്നാൽ പിന്നെ ഞങ്ങളങ്ങോട്ട് അയ്യോ നിങ്ങൾ പോലെ ഇരിക്കും. നിങ്ങളുടെ പ്രശ്നത്തിനുള്ള ഒരു ആപ്പ് ഞാൻ എൻ്റെ മനസ്സിൽ രൂപപ്പെടുത്തി കഴിഞ്ഞു. ആ ആപ്പിൻ്റെ പേരാണ് ഡോക്ടേഴ്സ് ഡേ ആപ്പ്. അത് നമ്മൾ ഈ വരുന്ന ഡോക്ടേഴ്സ് ഡേ ആണ് ജൂലൈ 1 ലോഞ്ച് ചെയ്യും. ഓക്കെ. ഇടി കൊച്ചേ, ആ എന്നാ അപ്സ? ഇടി എൻ്റെ ചുമ അങ്ങോട്ട് മാറുന്നില്ല. ആ ഡോക്ടർ കൊച്ചെ ശരി. അപ്സന് നാണയില്ലേ? എന്തിന്? എപ്പോഴും എന്തെങ്കിലും അസുഖം വരുമ്പോൾ മാത്രം ചേട്ടനെ വിളിക്കും. ഇന്നേ വരെ എന്തെങ്കിലും വിശേഷം പറഞ്ഞ് വിളിച്ചിട്ടുണ്ടോ? അസുഖം വരുമ്പോൾ മാത്രം വിളിച്ചോളും. ഇടി അവൻ ആശുപത്രിയിലല്ലേ, തിരക്കിലായിരിക്കും. ജോലിക്കിടെ വിശേഷം അന്വേഷിച്ച് വിളിച്ച് അവന് ബുദ്ധിമുട്ടാകത്തല്ലേ ഉള്ളൂ. അവന് ഞാൻ പറഞ്ഞാൽ മനസ്സിലാവും. നീ അവനെ ഒന്ന് വിളിച്ചേ. ഞാനിങ്ങനെ വിളിക്കത്തില്ല. എന്നാ വേണേ അപ്സ തന്നെ അങ്ങ് വിളിച്ചോ. കോൾ ചെയ്തതിന് നന്ദി. മരുന്നിനായി 1 അമർത്തുക. കുശലാന്വേഷണത്തിനായി 2 അമർത്തുക. മാത്യൂസ് ഡോക്ടേഴ്സ് ആപ്പിനെ റേറ്റ് ചെയ്യാനായി 3 അമർത്തുക. എടാ എൻ്റെ ആപ്പിൽ നിന്ന് കോള് നിൻ്റെ ഫോണിൽ വരുന്നു. ഞാൻ എടുക്കട്ടെ? എടുക്കാം. ശാന്തി അമ്മായി 15ാമത്തെ തവണ കുശലാന്വേഷണത്തിനായി വിളിക്കുന്നു. ശാന്തി അമ്മായി 15ാമത്തെ തവണ കുശലാന്വേഷണത്തിനായി വിളിക്കുന്നു. എടേ നീ ഇത് കണ്ടില്ലൂടെ ഞാൻ ചെയ്തോണ്ടിരിക്കുന്നത്? കട്ട് ചെയ്ത് വിടടേ. അവൻ്റെ ഒരു ആപ്പ് 15 കുശലാന്വേഷണത്തിന് ഒരു മരുന്നെന്നുള്ള രീതിയിൽ ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. മേലെ ഇമാര് ഊള സാധനമായിട്ട് വന്നേക്കരുത് കേട്ടല്ലോ. അവൻ്റെ ഒരു കോപ്പിലെ ആപ്പ്